ഹായ് ഹലോ അസ്സാം വലൈക്കും. എന്തൊക്കെയുണ്ട്? എല്ലാവർക്കും സുഖം തന്നെയാണെന്ന് വിശ്വസിക്കുന്നു. ഞാനിവിടെ സുഖമായിട്ടിരിക്കുന്നു കേട്ടോ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ വന്നിട്ടുള്ളത് ഒരു കിഡ്സ് ഹോളാണ്. മീഷോന്ന് തന്നെ പർച്ചേസ് ചെയ്തിട്ടുള്ളതാണ് കേട്ടോ. ഒരു 5 ഡ്രസ്സാണ് കാണിക്കാൻ വേണ്ടിയിട്ട് പോകുന്നത്. അതിൽ 3 എനിക്ക് പേഴ്സണലി നല്ല ഇഷ്ടമായിട്ടുണ്ട്. 2 വലിയ ഓക്കെ അല്ല, ഒന്ന് തീരെ ഓക്കെ അല്ല കേട്ടോ. കാരണം ഞാൻ വിചാരിച്ച പോലെയല്ല സാധനം എത്തിയിട്ടുള്ളത്. എന്തായാലും എല്ലാം ഞാൻ വഴിയെ പറഞ്ഞു തരാം. പിന്നെ എല്ലാത്തിൻ്റെയും പിക്ക് ഞാൻ സൈഡിൽ കൊടുക്കും കേട്ടോ. എൻ്റെ സിസ്റ്ററിനെ ഇട്ടിട്ടുള്ള പിക്കാണ്. അപ്പോൾ എന്തായാലും നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. വീഡിയോയിലോട്ട് പോകുന്നതിന് മുന്നേ നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെന്നുണ്ടെങ്കിൽ എന്തായാലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ എന്തായാലും നമുക്ക് നേരെ വീഡിയോ. അപ്പം നമ്മുടെ ഫസ്റ്റത്തെ ഡ്രസ്സ് വന്നിട്ടുള്ളത് ഇതാണ് കേട്ടോ. ഒരു ബോട്ടം വെയർ സെറ്റാണ്. ടീഷർട്ട് ആൻഡ് ബോട്ടമാണ് വന്നിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ ഫ്രണ്ട് പോർഷൻ ഇങ്ങനെയാണ് വന്നിട്ടുള്ളത്. ബാക്ക് പോർഷനും പ്ലെയിൻ ആണ് കേട്ടോ. പ്രത്യേകിച്ച് പ്രിൻറ്റോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല. പിന്നെ ഫുൾ സ്ലീവാണ്. സ്ലീവിൻ്റെ എൻഡ് പോർഷനിൽ ഇങ്ങനെയാണ് കേട്ടോ കൊടുത്തിട്ടുള്ളത്. നെക്ക് പോർഷൻ നല്ല കയറിയിട്ടാണ് നിൽക്കുന്നത്. അതുപോലെ തന്നെ ഇതിൻ്റെ ബോട്ടം വന്നിട്ടുള്ളത് ഇങ്ങനെയാണ്. നല്ല പ്രിൻ്റി ആയിട്ടുള്ള ഒരു ബോട്ടാണ് കേട്ടോ. എനിമൽ പ്രിൻറ്റിൽ വന്നിട്ടുള്ള ഒരു ബോട്ടാണ്. ഇവിടെ എലാസ്റ്റിക് ആണ് വന്നിട്ടുള്ളത്. ബാക്കി ത്രൂ ഔട്ട് ഇങ്ങനെ തന്നെയാണ് പോകുന്നത്. ഒരു നോർമൽ ടൈപ്പ് ഓഫ് ബോട്ടാണ് കേട്ടോ ഇതിന് വന്നിട്ടുള്ളത്. അതുപോലെ തന്നെ ഞാൻ പർച്ചേസ് ചെയ്തിട്ടുള്ളത് 5 to 6 ഇയേഴ്സുള്ള ബേബിക്കാണ് കേട്ടോ. ഇത് 1 to 2 ഇയേഴ്സ് മുതൽ 9 to 10 ഇയേഴ്സ് വരെയുള്ള ബേബീസിന് അവൈലബിൾ ആണ്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട എന്തായാലും പോയി പർച്ചേസ് ചെയ്തോളൂ. അത്യാവശ്യം നല്ല ക്വാളിറ്റിയുള്ള മെറ്റീരിയലുമാണ്. നല്ല രസമുണ്ട് കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതിൻ്റെ മെറ്റീരിയൽ വന്നിട്ടുള്ളത് കോട്ടൺ ആണ് കേട്ടോ. പിന്നെ ഞാൻ 293 പർച്ചേസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. പക്ഷേ കറൻ്റ് ഇതിൻ്റെ റേറ്റ് 350 കുറേ ആയിരിക്കാം. എന്തായാലും നിങ്ങളൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം കേട്ടോ. ലിങ്ക് എന്തായാലും ഞാൻ താഴെ കൊടുക്കുന്നുണ്ടാവും. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് പ്രൊഡക്റ്റ് കാണാമല്ലേ. അപ്പോൾ നമ്മുടെ നെക്സ്റ്റ് പ്രൊഡക്റ്റ് വന്നിട്ട് ഇതാണ്. നല്ല പ്രിൻ്റി ആയിട്ടുള്ളൊരു സ്കേർട്ട് ആൻഡ് ടോപ്പാണ് കേട്ടോ. രണ്ടും ഒരേ പ്രിൻറ്റിൽ തന്നെയാണ് വന്നിട്ടുള്ളത്. വൈറ്റിൽ ഇങ്ങനെയാണ് പ്രിൻ്റ് വന്നിട്ടുള്ളത്. പിന്നെ പറയുകയാണെങ്കിൽ ഇത് അത്ര ക്വാളിറ്റി ഉള്ള പ്രൊഡക്റ്റൊന്നും അല്ല. പക്ഷേ റേറ്റ് വെച്ച് നോക്കുകയാണെങ്കിൽ നമുക്ക് ഡെയിലി വെയർ ആയിട്ടൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന ടൈപ്പ് ഓഫ് ഡ്രസ്സുമാണ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ റേറ്റ് വന്നിട്ടുള്ളത് 183. പക്ഷേ കറൻ്റ് ഇതിപ്പോൾ 170 കേട്ടോ. അപ്പം ആ ഒരു റേറ്റിന് വലിയ കുഴപ്പമൊന്നുമില്ല. പക്ഷേ അത്ര ക്വാളിറ്റി ഒന്നുമില്ല കേട്ടോ. എന്നാലും നമുക്കിത് കാണാം. ഈ സ്കേർട്ട് ഇങ്ങനെയാണ് വന്നിട്ടുള്ളത്. ഇവിടെ എലാസ്റ്റിക് ആണ്. ഇട്ടിട്ടുള്ള പിക്ക് സൈഡ് കൊടുക്കും കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് കറക്റ്റായിട്ട് മനസ്സിലാവും. ഇത്രയും ഫ്ലെയറേ വന്നിട്ടുള്ളൂ കേട്ടോ. ഇതിനധികം ഫ്ലെയറൊന്നും ഇല്ല. അതുപോലെ തന്നെ ഇതിൻ്റെ ടോപ്പ് വന്നിട്ടുള്ളത് ഇങ്ങനെയാണ് കേട്ടോ. സ്ട്രാപ്പാണ് ഷോൾഡർ വന്നിട്ടുള്ളത്. ഇവിടെ അങ്ങനെയാണ് വന്നിട്ടുള്ളത്. എലാസ്റ്റിക് ആണ് കേട്ടോ ഇവിടെയും. അതുപോലെ താഴെ വരുന്നതും എലാസ്റ്റിക് തന്നെയാണ്. ഇതിട്ട് കാണുമ്പോൾ നിങ്ങൾക്ക് ഒന്നുകൂടെ മനസ്സിലാവുന്നുണ്ടാവും കേട്ടോ ഇങ്ങനെ കാണിക്കുന്നതിലേറെ. അപ്പോൾ ഇങ്ങനെയാണ് വന്നിട്ടുള്ളത്. ഫ്രണ്ട് പോർഷനിൽ ഇങ്ങനെയും കൂടെ വന്നിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ മെറ്റീരിയൽ വന്നിട്ടുള്ളത് ക്രൈപ്പാണ് കേട്ടോ. അപ്പോൾ അത്ര ക്വാളിറ്റി ഇല്ല. നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവുന്നുണ്ടാവും. ഇഷ്ടപ്പെട്ടാൽ മാത്രം പർച്ചേസ് ചെയ്താൽ മതി. പിന്നെ ഞാൻ ചൂസ് ചെയ്തിട്ടുള്ളത് 5 to 6 ഇയേഴ്സ് തന്നെയാണ്. പക്ഷേ 0 to 3 month മുതൽ 6 to 7 ഇയേഴ്സ് വരെയുള്ള ബേബീസിന് ഇത് അവൈലബിൾ ആണ്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട പർച്ചേസ് ചെയ്യുക. ലിങ്ക് എന്തായാലും താഴെ കൊടുത്തിട്ടുണ്ടാവും. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് പ്രൊഡക്റ്റ് കാണാം അല്ലേ. അപ്പം നമ്മുടെ നെക്സ്റ്റ് പ്രൊഡക്റ്റ് വന്നിട്ട് ഇതാണ്. ഒരു ബോട്ടം ആൻഡ് ടീഷർട്ടാണ് വന്നിട്ടുള്ളത്. നല്ല രസമുണ്ട് കേട്ടോ കാണാൻ വേണ്ടിയിട്ട്. നല്ല ക്വാളിറ്റിയിലുമാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഇതിൻ്റെ ടീഷർട്ട് സ്ലീവ്ലെസ് ആയിട്ടുള്ള ഒരു ടീഷർട്ടാണ്. അത്യാവശ്യം നല്ല ലെങ്ത്തിൽ നിൽക്കുന്ന ടൈപ്പ് ഓഫ് ടീഷർട്ടാണ് കേട്ടോ. അത് ഹൈ നെക്കാണ് കൊടുത്തിട്ടുള്ളത്. ബാക്ക് പോർഷനിൽ അങ്ങനെ ടൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ബട്ടൺ കൂടെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ പറയുകയാണെന്നുണ്ടെങ്കിലും ഇതിൻ്റെ ബോട്ടം വന്നിട്ടുള്ളത് ഷോർട്ടായിട്ടുള്ള ഒരു ബോട്ടാണ് കേട്ടോ. ഇട്ടിട്ടുള്ള പിക്ക് സൈഡ് കൊടുക്കുമ്പോൾ കറക്റ്റായിട്ട് മനസ്സിലാവും. ബോട്ടം കുറച്ച് ഷോർട്ടായിട്ടാണ് കേട്ടോ നിൽക്കുന്നുള്ളത്. അതുപോലെ തന്നെ ഇവിടെ ഒരു ബെൽറ്റൊക്കെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഈ ഒരു പ്രിൻറ്റിലാണ് കേട്ടോ ബോട്ടം വന്നിട്ടുള്ളത്. അതുപോലെ തന്നെ ഞാൻ പർച്ചേസ് ചെയ്യുന്ന ടൈമിൽ ഇതിന് 238 കേട്ടോ. പക്ഷേ കറൻ്റ് ഇതിൻ്റെ റേറ്റ് വന്നിട്ടുള്ളത് 190. ആ ഒരു റേറ്റിന് വലിയ കുഴപ്പമില്ലാത്ത പ്രൊഡക്റ്റ് തന്നെയാണ്. പിന്നെ ഞാൻ ചൂസ് ചെയ്തിട്ടുള്ളത് 5 to 6 ഇയേഴ്സാണ്. 0 to 6 month മുതൽ 6 to 7 ഇയേഴ്സ് വരെയുള്ള ബേബീസിന് ഇത് അവൈലബിൾ ആണ്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ എന്തായാലും കയറി പർച്ചേസ് ചെയ്യുക. ലിങ്ക് ഞാൻ താഴെ കൊടുത്തിട്ടുണ്ടാവും. അപ്പം നമ്മുടെ നെക്സ്റ്റ് പ്രൊഡക്റ്റ് വന്നിട്ട് ഇതാണ് കേട്ടോ. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ഫ്രോക്കാണ്. സ്ലീവ്ലെസ് ആയിട്ടുള്ള ഒരു ഫ്രോക്കാണ് കേട്ടോ. ചെറിയൊരു ഷോർട്ട് സ്ലീവ് ഇതിന് വരുന്നുള്ളൂ. അതുപോലെ തന്നെ ഇവിടെ ചെക്ക്ഡ് പാറ്റേണിൽ വന്നിട്ടുള്ളൊരു ഡിസൈനാണ് കൊടുത്തിട്ടുള്ളത്. താഴെ നെറ്റാണ്. നല്ല ഫ്ലെയറോട് കൂട്ടിയിട്ടുള്ള നെറ്റ് തന്നെയാണ് കേട്ടോ. സോഫ്റ്റ് ആയിട്ടുള്ള നെറ്റാണ്. നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവുന്നുണ്ടാവും. കുട്ടികൾക്ക് ഇടാൻ വേണ്ടിയിട്ട് നല്ല സുഖമായിരിക്കും കേട്ടോ. ഇവിടെ കോട്ടനുമാണ് വന്നിട്ടുള്ളത്. അതുപോലെ തന്നെ ബാക്കിൽ സിബ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ബാക്കിൽ ഇങ്ങനെ സിബ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉണ്ട് കേട്ടോ. ഫ്രണ്ട് പോർഷനിൽ
ഇതാ ബട്ടൺസൊക്കെ കൊടുത്തിട്ടുണ്ട്. ഓപ്പണൊന്നും ചെയ്യാൻ പറ്റില്ല കേട്ടോ അങ്ങനെ. പിന്നെ പറയുകയാണെങ്കിൽ ഞാൻ ചൂസ് ചെയ്തിട്ടുള്ളത് 5 to 6 എന്നുള്ള ഇയർ ആയിരുന്നു. 6 to 12 മന്ത് മുതൽ 6 to 7 മന്ത് വരെയുള്ള ഇയേഴ്സ് വരെയുള്ള ബേബീസിന് ഇത് അവൈലബിൾ ആണ്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ എന്തായാലും പർച്ചേസ് ചെയ്യുക. അതുപോലെ തന്നെ നമുക്കിങ്ങനെ അരക്ക് കെട്ടി കൊടുക്കാൻ വേണ്ടിയിട്ട് ഇതുപോലത്തെ ഒരു ക്ലോത്ത് ബെൽറ്റ് കൊടുത്തിട്ടുണ്ട്. ഇത് ഇടാൻ വേണ്ടിയിട്ട് ഇതാ ഇങ്ങനെയും കൊടുത്തിട്ടുണ്ട് കേട്ടോ. നല്ല രസമുണ്ട് കാണാൻ വേണ്ടിയിട്ട്. ബാക്കും ഫ്രണ്ടിക്കും ഒക്കെ നമുക്ക് കെട്ടി കൊടുക്കാം. ഞാൻ ഫ്രണ്ടിക്കായിരുന്നു കെട്ടി കൊടുത്തിട്ടുള്ളത്. എന്തായാലും ഇട്ടിട്ടുള്ള പിക്ക് സൈഡ് കൊടുക്കുമ്പോൾ നിങ്ങൾക്ക് കറക്റ്റായിട്ട് മനസ്സിലാവും. അതുപോലെ തന്നെ ഇതിൻ്റെ കൂടെ ഇങ്ങനെ ഒരു ഹെയർ ബോ കൂടെ വരുന്നുണ്ട് കേട്ടോ. അതെനിക്ക് പേഴ്സണലി നല്ല ഇഷ്ടമായി. നല്ല ക്വാളിറ്റി ഉള്ള ഒരു ബൗ തന്നെയാണ് കേട്ടോ. അതുപോലെ തന്നെ ഇതിൻ്റെ റേറ്റ് വന്നിട്ടുള്ളത് 348 കേട്ടോ ഞാൻ പർച്ചേസ് ചെയ്തിട്ടുള്ളത്. ആ ഒരു റേറ്റിന് അത്യാവശ്യം ക്വാളിറ്റി ഉള്ള പ്രൊഡക്റ്റ് തന്നെയാണ്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ പർച്ചേസ് ചെയ്യുക. ലിങ്ക് ഞാൻ താഴെ കൊടുത്തിട്ടുണ്ടാവും. അപ്പോൾ നമുക്ക് ലാസ്റ്റ് ആൻഡ് ഫൈനൽ പ്രൊഡക്റ്റ് കാണാം അല്ലേ. അപ്പോൾ നമ്മുടെ ലാസ്റ്റ് പ്രൊഡക്റ്റ് വന്നിട്ട് ഇതാണ് കേട്ടോ. ഒരു ഗ്രേ കളറിൽ വരുന്ന ലെഹങ്ക സെറ്റാണ്. പിന്നെ പറയുകയാണെങ്കിൽ ഇതൊരു ക്ലോത്താണ് കേട്ടോ. ഇത് ക്ലോത്താണെന്ന് എനിക്ക് ഓർഡർ ചെയ്ത സമയത്ത് അറിയില്ലായിരുന്നു. പക്ഷെ കയ്യിൽ കിട്ടിയപ്പോഴാണ് ക്ലോത്ത് ആണെന്നുള്ളത് മനസ്സിലായത്. എനിക്ക് പേഴ്സണലി അത്ര ഇഷ്ടമായിട്ടില്ല കേട്ടോ ഈ ഒരു പ്രൊഡക്റ്റ്. ഞാനിത് 293 അങ്ങനെ കണ്ടാണ് പർച്ചേസ് ചെയ്തത്. പക്ഷെ ഇപ്പോൾ കറൻ്റ് അത്രയൊന്നും റേറ്റ് വരുന്നില്ല. 193 അങ്ങനെ കണ്ടുള്ളൂ. പക്ഷേ എനിക്ക് പേഴ്സണലി അത്ര ഇഷ്ടമായിട്ടില്ല കേട്ടോ. ഇങ്ങനെയാണ് വന്നിട്ടുള്ളത്. ഇതിൻ്റെ നെറ്റൊന്നും അത്ര ക്വാളിറ്റി ഇല്ല. അപ്പോൾ ഇതാ നെറ്റ് ഇങ്ങനെയാണ് വന്നിട്ടുള്ളത്. ഇതിൻ്റെ കറക്റ്റ് പിക്ക് ഞാൻ സൈഡിൽ കൊടുക്കുക കേട്ടോ. അതിൽ കൊടുത്തിട്ടുള്ള പിക്ക് അപ്പോൾ നിങ്ങൾക്ക് കറക്റ്റായിട്ട് മനസ്സിലാവും. അതിൽ കാണുമ്പോൾ നല്ല രസമുണ്ട് ഇത് കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതാ ഇങ്ങനെയാണ് ഫുള്ളായിട്ട് വരുന്നത്. ഞാൻ ചൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത് 5 to 6 ഇയേഴ്സ് തന്നെ ആയിരുന്നു കേട്ടോ. ഇതിൻ്റെ 1 to 2 ഇയേഴ്സ് മുതൽ 12 to 13 ഇയേഴ്സ് വരെയായിട്ട് അവൈലബിൾ ആണ്. അപ്പോൾ ഒന്ന് കയറി ചെക്ക് ചെയ്തൊക്കെ ഇഷ്ടപ്പെട്ടാൽ മാത്രം പർച്ചേസ് ചെയ്താൽ മതി. അതുപോലെ തന്നെ ഇതിൻ്റെ ടോപ്പിനുള്ള ക്ലോത്ത് ഇതാ ഇങ്ങനെയാണ് വന്നിട്ടുള്ളത്. ഇത് അത്യാവശ്യം ക്വാളിറ്റിയിലാണ് കേട്ടോ വന്നിട്ടുള്ളത് ഈ ഒരു ടോപ്പിൻ്റെ ക്ലോത്ത് വന്നിട്ടുള്ളത്. അതുപോലെ തന്നെ ഇതിനൊരു ഷോൾ കൂടെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഇതാ ഒരു ഷോൾ കൂടെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഫുൾ ഓൺ നെറ്റാണ് കേട്ടോ. ചെറിയൊരു ഷോളാണ്. അപ്പോൾ ഗൈസ് ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത്. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുകയാണ്. ഇഷ്ടപ്പെട്ടാൽ എന്തായാലും ഒന്ന് ലൈക്ക് ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളെല്ലാം കമൻ്റായിട്ട് എന്നെ ഒന്ന് അറിയിക്കുക കൂടെ ചെയ്യാം കേട്ടോ. പിന്നെ നിങ്ങൾക്ക് ഇതിൽ ഏതെങ്കിലും പ്രൊഡക്റ്റ് പർച്ചേസ് ചെയ്യാൻ താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ താഴെ ആ ലിങ്ക് കൊടുത്തിട്ടുണ്ടാവും. ഒന്ന് കയറി ചെക്ക് ചെയ്ത് നോക്കുക കേട്ടോ. അതുപോലെ തന്നെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ ഇഷ്ടപ്പെട്ട എന്തായാലും ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നെക്സ്റ്റ് നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരേക്കും ബൈ.